വേൾഡ് കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കൂടിയിരിക്കുകയാണ്. നമ്മൾ ഈ ഫ്രൈഡേ നടത്താൻ ഉദ്ദേശിച്ച മാച്ചാണ് മഴ മൂലം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. എങ്കിലും നമ്മൾ ലഹരി വിരുദ്ധ ഫുട്ബോൾ ഫൈനൽ ഇന്ന് നമ്മൾ നടത്തുകയാണ്. നടത്തണ്ടേ? യെസ്. ആദ്യമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ലിജി ടീച്ചറിനെ ടീം അംഗങ്ങൾ സ്പെയിനിൻ്റെയും അതുപോലെ അർജന്റീനയുടെ ജേഴ്സി എന്ന് വന്നിട്ടുണ്ട്. എല്ലാ കളിക്കാരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ ലഹരിയല്ല, കായികമായിട്ടുള്ള ഫിസിക്കൽ ലഹരിയാണ് നമ്മൾ പിന്തുടരേണ്ടതെന്ന ഗവൺമെൻറ്റിൻ്റെ ആഹ്വാനം അനുസരിച്ച് തൂഫാൻ, നമ്മൾ ലഹരിക്കെതിരെ ഉള്ള ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതിയാണ് തൂഫാൻ. അതിനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ന് നിങ്ങളെല്ലാവരും ലഹരിക്കെതിരെ ഒരു ഗോളടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ ഈ ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കാം. എല്ലാവരും നല്ല കായിക ശേഷിയുള്ള കുട്ടികളാവണമെന്നും നമ്മുടെ ജീവിതമാകുന്ന ലഹരി അതിനുവേണ്ടി പല കാര്യങ്ങളുണ്ട്. കളിയുണ്ട്, പഠനമുണ്ട്, പിന്നെ മറ്റുള്ള കായിക സ്വർഗമല്ല ലഹരി മരണ കെണിയത്
ആൽഫ്രഡ് സപ്പോർട്ട് ചെയ്യുക. പ്രഖ്യാപിച്ചുകൊണ്ട് സ്പെയിനിനെ അട്ടിമറിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്നു. വിജയം ആവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്പെയിനിന്റെ ചുണക്കുട്ടികൾ നേരെ വന്നിരിക്കുന്നു. ആര് വിജയിക്കുമെന്ന് നമുക്ക് നേരിട്ട് കാണാം. ആവേശകരമായ മത്സരം. അർജന്റീന ഇപ്പോൾ പ്രാക്ടീസ് സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്ലേയേഴ്സും ഗോയെന്ന് ശബ്ദം വെച്ചിട്ടാണ് കളിക്കുന്നത്. തൊട്ടടുത്തുള്ള പ്ലേയേഴ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാക്സിമം ഞാൻ നിൽക്കുന്നത് മിക്കവാറും